ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്കെതിരെ ദേവസ്വം മന്ത്രി പരാതി നൽകിയത് തെറ്റിദ്ധാരണ മൂലമെന്ന് ദേവസ്വം ബോർഡ് അംഗം പി.ഡി. സന്തോഷ് കുമാർ. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് പ്രതികരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി മേൽശാന്തി നിയമനം നടത്തിയെന്ന ആരോപണം പരിശോധിക്കുമെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ പ്രതികരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പി.എസ്. പ്രശാന്തിന്റെ ഭരണസമിതിയിൽ അംഗമായിരുന്നു പി.ഡി. സന്തോഷ് കുമാർ. സന്തോഷിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കത്തു നൽകിയിരുന്നു. ഇതിൽ പ്രതികരണവുമായാണ് ഇന്ന് സന്തോഷ് കുമാർ രംഗത്തെത്തിയത്. മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത്. അത് മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു കത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ചാർജ് എടുക്കുന്നത് തന്നെ 2025 ജൂലൈ മാസം 28-ാം തീയതിയാണ്. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞാണ് അതിനു മുമ്പ് 2024 മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിച്ചല്ലേ പറ്റുള്ളൂ. കാരണം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും. മേൽശാന്തി തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്കായി അടുത്തയാഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേക യോഗം ചേരും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.